സഹൃദയരെ, ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിനമാണിന്ന്. മാസങ്ങളോളം നീണ്ടുനിന്ന പരിശ്രമം, അനേകരുടെ കൂട്ടായ പ്രവർത്തനം. ഈ പരിശ്രമങ്ങളെയും പ്രവർത്തനങ്ങളെയും ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് വഴികാട്ടികളായും സഹായികളായും വർദ്ധിച്ച വ്യക്തികൾ ഏറെയാണ്. നന്ദി എന്ന ഒരു വാക്കുകൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല ഞങ്ങൾക്ക് അവരോടുള്ള കടപ്പാട്. നിസ്സീമവും നിസ്വാർത്ഥവുമായ സഹകരണം കൊണ്ട് അവർ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. എല്ലാറ്റിലുമുപരി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ സമയം കണ്ടെത്തി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. അയർലൻഡിലെ കഴിവുറ്റ 80ഓളം കലാപ്രതിഭകളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ കലാവിരുന്ന് ഇന്നിവിടെ സമർപ്പിക്കുന്നത്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തൻ്റെ കഴിവ് തെളിയിച്ച രമേഷ് പിഷാരടി തിരക്കഥ രചിച്ച ഈ ഷോയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറിയും നിരവധി ഷോർട്ട് ഫിലിമിലൂടെ നിങ്ങൾക്ക് സുപരിചിതനുമായ ബേസിൽ സ്കറിയയാണ്. അണിയറയിൽ പ്രവർത്തിച്ച മറ്റു കലാകാരന്മാരെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സഹസംവിധാനം ഉദയ് നൂർനാട്, കലാസംവിധാനം അജിത് കേശവൻ, വേഷവിധാനം റിസൺ ചുങ്കത്ത്, ചമയം ജെസ്സി തോമസ്, ശബ്ദലേഖനം ബിനു സാബു ജോഷി, ശബ്ദമിശ്രണം ജിം. അരങ്ങിലെത്തുന്നവർ ഉദയ് നൂർനാട്, പ്രിൻസ്, സിൽവിയ, അനൂപ്, എൽദോസ്, ഭരത് കുമാർ, രാജൻ, ജോഷി, ഐശ്വര്യ, ജാക്കുലിൻ, രേണു. നിങ്ങളുടെ കരഘോഷങ്ങളാൽ ഞങ്ങളുടെ കലാകാരന്മാർക്ക് അങ്ങേയറ്റം പ്രോത്സാഹനവും ഊർജവും നൽകണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. കേരള ഹൗസിൻ്റെ സഹകരണത്തോടെ മലയാളം അവതരിപ്പിക്കുന്ന ജോയ് ആലുക്കാസ് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ഈ മെഗാ ഷോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ ജുവലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസ് ആണ്. മറ്റ് സ്പോൺസർമാരായ UAE എക്സ്ചേഞ്ച്, ഓസ്കാർ ട്രാവൽസ്, ഗുഡ്വിൽ ഏഷ്യൻ സ്റ്റോർ, നിറപറ എന്നീ സ്ഥാപനങ്ങളെയും മലയാളം നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മെ വിട്ടുപിരിഞ്ഞ അഭിനയ ലോകത്തെ പെരുന്തച്ഛനും ഓരോ മലയാളിയുടെയും അഭിമാനവുമായ തിലകൻ ചേട്ടനായി ഈ കലാവിരുന്ന് ഞങ്ങൾ സവിനയം സമർപ്പിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും മലയാളം ഈ മെഗാ ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ സംസ്കാരമനുസരിച്ച് ഏത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുൻപും സർവേശ്വരൻ്റെ മുമ്പിൽ നമ്മുടേതായ പ്രാർത്ഥന സമർപ്പിക്കാറുണ്ട്. 80ഓളം കലാകാരന്മാർ അരങ്ങേറുന്ന ഈ വേദിയെ ശുദ്ധീകരിച്ച് സജ്ജമാക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. മലയാളത്തിൻ്റെ തനതായ കലാരൂപങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് 30ഓളം പ്രതിഭകൾ അണിനിരക്കുന്ന ടീം മുദ്ര രംഗപൂജയോടെ ആരംഭിക്കുന്നു. യാ ദേവി സർവഭൂതേഷു പ്രേമരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം.
സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരപതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. അവതാരം മടപ്പുരക്കളങ്ങളിൽ മുടിയെഴും അവതാരം. പുരളിമലയിൽ തളകളിളകുമാരവം അമരഭാഷയഴകിലൊഴുകുമാരവമലകൾ പോലെ തിറകളാടും അതിശയമമൃതമന്ത്രാക്ഷരലഹരി നുരനുര പദ പദയനുപമം അനുഭവമരുവിടും അവതാരം. തിരുവവതാരം ആരൂഢൻ ഈ പൊന്മലയാളം. മുത്തപ്പന്റെ സാരസ്വതം ചിലമ്പിട്ട വാണപ്പുഴ നല്ലോർക്കു കയറി വരാനുഷസിന്റെ പൊൻപടികൾ. എടുത്താലും തീരില്ല, കൊടുത്താലും തീരില്ല. അയ്യങ്കരയുടെ നിറപറയിൽ കാരുണ്യ കതിർമടികൾ. പ്രമദവനം ഈ പൊന്മലയാളം അവതാരം. മുത്തിൻ തിരുവവതാരം. പൗർണമിരാവിൻ കേളി നടയിൽ തിങ്കൾ കളിവിളക്ക്. മായാമോഹനരാവിൻ വിൺമുഖവടിവിൽ താരകമിഴിസാദ. ആവണിയുടെ നടഭരതം, ആതിരയുടെ മോഹിനിയാട്ടം. ആയിരം തിരുതാളം, ആയിരം കോലങ്ങൾ. ഈ പ്രമദവനത്തിലെ പ്രകൃതിയിലുണരാത്ത സൽകലാപ്രതിഭയുണ്ടോ? ഈ ദേവാങ്കണങ്ങളിൽ ആടി തെളിയാത്ത അരങ്ങിൻ അഴകുണ്ടോ? അവതാരം മുത്തിൻ തിരുവവതാരം ആരൂഢ ഈ പൊന്മലയാളം.
സ്വാരസ്യലീലകൾ ചെയ്വതിനും മാളികളെ നടനം ചെയ്യണം. താളത്തോടും മേളത്തോടും മേളിച്ചനുകൂലത്തോടും മാളികളെ നടനം ചെയ്യണം. നല്ല കേളി ജഗത്തിൽ വളർത്തിടണം. കണമായി കുളിരണിയും സുകൃതം മലയാളം. സന്ധ്യാംബരമായി അഴകണിയും പ്രണയം മലയാളം. വേർതിരിയാത്തൊരു മലയാളം ഒന്നു തൊടാൻ കൊതിയാറും കുഞ്ഞിൻ പുഞ്ചിരി
കൂട്ടരെ, അയർലൻഡ് പുരം വാഴും മാന്യരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഈ ശബ്ദം? ഇത് ഞാനാണ്. രാജാവ് നഗ്നനാണെന്ന സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞ ആ പഴയ കുട്ടി. കാലമേറെ മുന്നോട്ടു പോയി, കൂടെ എൻ്റെ ശബ്ദത്തിനും ഖനം വെച്ചു. എങ്കിലും ചില സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിപ്പോഴും വെമ്പൽ കൊള്ളുകയാണ്. ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ എത്ര സുഭിക്ഷമായിരുന്നു അയർലൻഡ് പുരം, എത്ര സന്തുഷ്ടരായിരുന്നു ഇവിടുത്തെ പ്രജകൾ. പക്ഷേ ഇന്നോ നമ്മെ ഭരിക്കുന്ന മാന്യനായ മാന്യരാജാവ് നമ്മെ മാന്യത്തിൻ്റെ കൊടിമുടിയിൽ എത്തിച്ചിരിക്കുകയല്ലേ. പ്രജകളുടെ പണം കൊണ്ട് ദൂർത്തടിച്ച് അദ്ദേഹം സുഖലോലുപതയിൽ വസിക്കുകയാണ്. അങ്ങേയറ്റം പിടിപ്പുകേടും ദൂർത്തുമായി ആ മാന്യൻ്റെ ഭരണമല്ലേ നമ്മെ ഇങ്ങനെയൊക്കെ ആക്കിയത്. ഈ അവസ്ഥയിൽ നിന്നെല്ലാം കരകയറാൻ അദ്ദേഹം വീണ്ടും പാവങ്ങളായ പ്രജകളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ തന്ത്രങ്ങളുമായി മാന്യരാജാവിനെയും പരിവാരങ്ങളെയും നമുക്കിവിടെ കാണാം. അതാ നമ്മുടെ മാന്യനായ മാന്യരാജാവ് എഴുന്നള്ളാറായി. തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു. പല സത്യങ്ങളും വിളിച്ചു പറയാനായി എൻ്റെ ശബ്ദം വീണ്ടും നിങ്ങളുടെ ചെവികളിലെത്തും. രാജാതിരാജൻ, കാക്കാശിന് വകയില്ലാത്തവൻ, ഭീരുക്കളിൽ ഭീരു, അയർലൻഡ് പുരമ്പാഴും മാന്യ തമ്പുരാൻ എഴുന്നള്ളുന്നേ. പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. കാശില്ലെങ്കിലും മഞ്ചേ തിന്നു. എടാ സപ്രപൂടിത മഞ്ചല്ല, നഞ്ച്, നഞ്ച് വിഷം. ചേട്ടാ, രാജാവേ, നാടെങ്ങും ഡോഗിണിയാണ്. ഡോഗിണിയോ? ആ പട്ടിണിയാണെന്ന്. ഈശ്വരാ, നാട്ടിലെങ്ങും സാമ്പത്തിക മാന്ദ്യം, കൊട്ടാരത്തിൽ സാമ്പത്തിക മാന്ദ്യം. റാണിയെ കണ്ടിട്ട് 4 ദിവസമായി. വിസയെടുത്ത് അങ്ങേ നാട്ടിൽ കൊണ്ടുവന്ന് റാണിയാണെന്ന കാര്യം മറക്കണ്ട. ധിക്കാരി, ആരവിടെ? അവിടെ എങ്ങും ആരുമില്ല. ഉണ്ടായിരുന്ന ഒരു വിസയും ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പോയി. ഞാനും പോവും. ആ പൊക്കോ പൊക്കോ. കേരളത്തിലോട്ട് ചെന്നിട്ട് എന്ത് പണിയെടുക്കാനാ? ബംഗാളികളെയും തമിഴന്മാരെയും മുട്ടിയിട്ട് നടക്കാൻ വയ്യ. ഈശ്വരാ, എന്തൊരു പരീക്ഷണമായത്. എന്നെ സഹായിക്കാൻ ആരുമില്ലേ മിസ്റ്റർ ഈശ്വർജി? മഹാമന്ത്രിയുടെ ശബ്ദമല്ലേ ആ കേൾക്കുന്നത്? நானாணையிட்டால் அது நடந்து விட்டால் இங்கு ஏழைகள் வேதனை படமாட்டார். உயிர் உள்ளவரை ஒரு துன்பமில்லை, அவர் கண்ணீர் கடலிலே விழமாட்டார், அவர் கண்ணீர் கடலிலே விழமாட்டார். അയ്യോ, എന്റെ പേരിലും കീച്ചൻ ഇറങ്ങിയോ? അതവിടെ കിടക്കട്ടെ. ബൈ ദ ബോയ് ദ ബൈ. താൻ ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു? രാജൻ, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയി. എവിടെ പോയി? ഉറങ്ങിപ്പോയി. മഹാമന്ത്രി, പറ്റിയ സമയമാ. റാണി ഡ്യൂട്ടിക്ക് പോയിരിക്കുക. ഇപ്പൊ ചെന്ന ടെസ്കോയി ക്യാപ്റ്റൻ മോർഗലിന് ലിറ്ററിന് 20 യൂറോയേ ഉള്ളൂ. താനൊരെണ്ണം വേഗം പോയി മേടിച്ചോണ്ട് വാ. നടന്നു പോകണ്ട, നടന്നു പോയാൽ ഒരുപാട് ലേറ്റ് ആകും. അതുകൊണ്ട് ഓടിപ്പോട്ട് വേണം. രാജൻ, ഇങ്ങനെ അടിച്ചാൽ അങ്ങയുടെ കരള് നശിക്കും. എടോ മന്ത്രി, എന്റെ കരളാ എന്റെ ഭാര്യ. അവള് നശിക്കണം. അവള് നശിക്കാൻ വേണ്ടി തന്നെ ഞാൻ കുടിക്കുന്നത്. താൻ ഖജനാവിന്ന് പോയി കാശെടുത്തോണ്ട് സാധനം മേടിച്ചോണ്ട് വാടേ. ഖജനാവി കാശ്? എന്റെ പൊന്നു രാജാവേ, ഖജനാവി ചേര കയറി. ഒരു സെന്റ് പോലും എടുക്കാനില്ല. കടം മേടിച്ച കാശ് കൊടുക്കാത്തോണ്ട് യൂറോപ്യൻ യൂണിയൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങയുടെ ദൂർത്ത് ഇനിയെങ്കിലും ഒന്ന് കുറക്കണം. അതിന് താൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നമുക്ക് പ്രജകളിൽ നിന്ന് പിരിക്കാമല്ലോ. ഇംഗൽ ലഭി കൂട്ടാനുള്ള നടപടിയെടുക്ക്.
കൂട്ടിക്കോ കൂട്ടിക്കോ. ഈ മൈ മൈ അയ്യോ പറയരുത്. ഈ രാജ്യത്ത് തന്നെ വായിന്നും കൂടെ അത് കേൾക്കാനുള്ളൂ. മൈഗ്രേഷന്റെ അളവ് ദിനം പ്രതി കൂടുകയാണ്. ആളുകൾക്കിപ്പോ ഓസ്ട്രേലിയയും കാനഡയുമാണ് പ്രിയം. എന്തിൻ്റെടാ? കാനഡ അതൊരു രാജ്യമാ. ഓടാ. ഇക്കരെ നോക്കുമ്പോ അക്കരെ ഇത്തിക്കര പക്കി, അക്കരെ നോക്കുമ്പോ ലക്കരെ ഇത്തിക്കര